ഫൈനൽ 2 ടോപ്പ് 2 ആരായിരിക്കും? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിമോൾ അനീഷ് തന്നെയാണ് ഉണ്ടാവുക. കാരണം രണ്ടുപേർക്കും അടിപൊളി ഫാൻസ് ഉണ്ട്. എവിക്റ്റ് ആയ ആൾക്കാർ പറയും നിങ്ങൾ എവിക്റ്റ് ചെയ്ത അനിമോളുടെ PR കാരണമായിരിക്കും. കാരണം അനിമോളുടെ PR 16 ലക്ഷമെന്നാണ് നമ്മൾ അറിഞ്ഞത്. എപ്പോഴും അവനായിരിക്കും നമ്മൾ ഔട്ടാക്കുന്നത്. ഈ പുറത്തിറങ്ങിയ എല്ലാ ആൾക്കാരും ഒരു ഗ്രൂപ്പായി ഫോം ചെയ്യുകയും അവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൂടുകയും ഇവരെല്ലാവരും സംസാരിക്കുമ്പോൾ ഈ സംസാരങ്ങൾ വരികയും ആ സംസാരത്തിൽ ഞാൻ വരികയും നമ്മളൊരു വില്ലനായിട്ട് കാണുകയും എൻ്റെ മേലുള്ള ചിലപ്പോൾ ദേഷ്യമോ അനിമോളുടെ മേലെ ദേഷ്യമോ എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു കയറിയവരായിരിക്കാം. ബിക്കോസ് അപ്പാനെ ഔട്ടാവുന്ന ആരും പ്രതീക്ഷിച്ചു. കാരണം ആള് നിന്ന് 35 ദിവസം ആൾ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ആൾക്കൊരു PR ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആൾ ഔട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പുള്ളീനെ PR ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്രോച്ച് ചെയ്ത ആൾ പുള്ളീനെ തന്നെ ചതിച്ചു. അതായത് അനിമോളെ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പാനി ശരത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തു. അത് ഇവർ ഭയങ്കര പ്രശ്നമാക്കി. അപ്പാനിയുടെ ഫാമിലി പ്രശ്നമാക്കി. ഇത് പറ്റത്തില്ല, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അനിമോളെ ഡീഗ്രേഡ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അവരെ പിന്നെ അവിടെ നിന്നാണ് അവരെ പുറത്താക്കിയത്. ആ പുറത്താക്കിയതിൻ്റെ ദേഷ്യത്തിൽ അപ്പാനീനെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇവർ അറഞ്ചം പുറഞ്ഞ് അപ്പാനീനെ ഡീഗ്രേഡ് ചെയ്ത് എന്നിട്ട് ഇവരുടെ വൈഫിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ 50,000 രൂപ 1 ലക്ഷം രൂപ എന്താ തന്നാൽ ഈ ഡീഗ്രേഡ് ഇല്ലാതെയാവും. അനീഷിന് അങ്ങനെ ഒരു വലിയ ഗെയിം പ്ലാൻ ഒന്നുമില്ല. അനീഷിന് ലാലേട്ടൻ എന്താ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുക. അനീഷിനോട് ലാലേട്ടൻ പറയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊള്ളാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആഴ്ച അനീഷ് I love you ഷാനവാസ് എന്ന് പറയും. ലാലേട്ടൻ വന്നിട്ട് അനിമോളായിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ഹിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അനീഷ് വന്നിട്ട് I love you അനിമോൾ എന്ന് പറയും. ഇത്രയുള്ള അനീഷ്. അവിടെ ഗെയിമേഴ്സ് വിൻ ചെയ്തിട്ടില്ല. ഏത് സീസണിലും ഗെയിമർ വിൻ ചെയ്തിട്ടുള്ളത്? ജിൻഡോ മികച്ച ഗെയിമറായിരുന്നു അല്ല, ജിൻഡോ ഇമോഷൻ്റെ പുറത്താണ് ജയിച്ചത്. അഖിൽമാരാർ ഗെയിമറായിരുന്നു. അയാൾക്ക് സംസാരിക്കാൻ അറിയാം. പക്ഷെ അയാൾ ഗെയിം കളിക്കുന്നതിലുപരി അയാൾക്കൊരു ഡോമിനേഷൻ ആയിരുന്നു. അഖിൽമാരാർ സീസൺ ആയിരുന്നു അത്. അഖിൽമാരാർക്കൊരു വ്യക്തമായിട്ടുള്ള എതിരാളി പോലും ഇല്ലാത്തൊരു സീസണായിരുന്നു. ഒരാളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഈ സീസൺ അനിമോളുടെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ എണ്ണി നോക്കി എനിക്ക് തോന്നുന്നു ഏകദേശം 45% പ്രൊമോയും അനിമോളാണ്. എന്റെ കേരളം എന്റെ റിട്ടയർമെന്റ് പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം. ശരിക്കും വോട്ട് തന്നെയാണോ ഈ എവിക്ഷനെ പ്രക്രിയ? ഡെഫിനറ്റ്ലി ബിക്കോസ് അതിന്റെ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ക്രൂ എന്ന് പറയുന്നത് ഷോ ഡയറക്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ വോട്ടിങ്ങിന്റെ ഓഡിഷൻ നടത്തുന്നത് വേറൊരു ടീമാണ്. അവര് ഈ വോട്ടിംഗ് നടത്തി ആ വോട്ടിങ്ങിൽ ഇതാണ് ജനങ്ങളുടെ അഭിപ്രായം എന്ന് മനസ്സിലാക്കി ഔട്ടാക്കി വിടുക. ബിക്കോസ് അവർ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഷോ നടത്തുന്നത്. ഈ ജനങ്ങളുടെ ട്രെൻഡ് ഇതാണെന്ന് മനസ്സിലാക്കിയാണ് അവർ ഒരാളെ എവിക്റ്റ് ആക്കുന്നത്. അപ്പോൾ ഈ ഷോന്റെ സർവൈവൽ അത് ഈ ഷോന് ഇയാൾ ഫിറ്റ് അല്ല എന്ന് മനസ്സിലാക്കിയാണ് ഒരാൾ എവിക്റ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒറ്റ ചാൻസ് ഉള്ള ബിഗ് ബോസ്. ഈ ബിഗ് ബോസിന്റെ ഒറ്റ ചാൻസ് മാക്സിമം നിൽക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. 25 പേർക്കും കപ്പടിക്കാൻ പറ്റില്ല. 25 പേർക്കും അവിടെയുള്ള ആവശ്യം മാക്സിമം നിൽക്കുക എന്നുള്ളതാണ്. ആ മാക്സിമം നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ വോട്ട് മറ്റുള്ളവർക്ക് PR കൊടുത്ത് ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവാം. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, ഇപ്പോൾ ചിന്ത വോട്ട് മറിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് അയാളുടെ ജോലിയാണ്. അയാൾ അതിന് കാശ് വാങ്ങി കൊടുക്കുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നമുക്ക് 2000-3000 വോട്ട് നമുക്ക് നേടാനുള്ള വർക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. കാരണം 2000-3000 വോട്ട് കിട്ടി സർവേ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല അത് വലിയൊരു ക്രൈമാണെന്ന്. ബിക്കോസ് ഇപ്പം ആരും ഫ്രീ ആയിട്ടൊന്നും വർക്ക് ചെയ്യില്ലല്ലോ. ആരോടാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത്? എല്ലാവരും വർക്ക് ചെയ്യുന്നത് കാശിന് വേണ്ടിയാണ്. അവർ ആ സമയത്ത് ഒരു പയ്യൻ അല്ലെങ്കിൽ +2 പഠിക്കുന്ന പയ്യനോ കോളേജ് പഠിക്കുന്ന പയ്യനോ അവനൊരു 500 വോട്ട് ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ അവനൊരു 2000 കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവൻ നേടിയ വർക്കിലാണ്. അല്ലാതെ നമുക്ക് കോടിക്കണക്കിന് വോട്ടൊന്നും ഒരാളിൽ നിന്നും മറിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കും, ഇപ്പോൾ എല്ലാവരും റീയൂണിയൻ ആയിരുന്നു, റീ എൻട്രി ആയിരുന്നു. എല്ലാ പ്രാവശ്യം റീയൂണിയൻ വരുന്ന സമയത്ത് നമുക്കൊരു കോളേജിൽ ഫെയർവെൽ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ തെറുകലും ഒരു ഗെറ്റ് ടുഗദർ പരിപാടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാതെ അതിനപ്പുറത്തേക്ക് എവിടേക്കോ റീ എൻട്രിയിലും ഇതൊരു ഗെയിം ഷോയുടെ പോലെ പലരും പെർഫോം ചെയ്ത് സംസാരിക്കാനും കണ്ടു. എന്തുകൊണ്ടായിരിക്കും ഇപ്രാവശ്യം അങ്ങനെ പ്രവണത തോന്നുന്നത്? ഏതാണ്ട് ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫിനാലിലേക്ക് കയറ്റും എന്നുള്ള രീതിക്ക്. ഇത് എന്താണെന്നറിയോ, ഓരോ ആൾക്കാർ എവിക്റ്റ് ആകുമ്പോഴേക്കും ഇവരോട് എവിക്റ്റ് ആയ ആൾക്കാർ പറയും നിങ്ങൾ എവിക്റ്റ് ചെയ്ത അനിമോളുടെ PR കാരണമായിരിക്കും. കാരണം അനിമോളുടെ PR 16 ലക്ഷമെന്നാണ് നമ്മൾ അറിഞ്ഞത്. എപ്പോഴും അവനായിരിക്കും നമ്മൾ ഔട്ടാക്കുന്നത്. എനിക്ക് ഒരാളെ ഔട്ടാക്കാനോ ഒരാളെ സേവ് ആക്കാനോ മാത്രം വോട്ട് ക്യാൻവാസിങ് കപ്പാസിറ്റി എനിക്കില്ല. ഞാൻ ഓപ്പണായിട്ട് പറയണം. ഞാൻ എന്ത് PR എന്തോ ORM എന്ന് പറഞ്ഞാലും എനിക്ക് അതിനുള്ള കഴിവില്ല. എനിക്കങ്ങനെ വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള ഒരു കോണ്ടാക്റ്റില്ല. എനിക്ക് കുറച്ച് പിള്ളേരെ വെച്ച് 2000-3000 വോട്ട് എക്സ്ട്രാ ചെയ്യിക്കാൻ പറ്റും. അതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം 8 പ്രാവശ്യം നോമിനേഷൻ വന്ന അനിമോൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്.
അല്ലാതെ എനിക്ക് വേറൊരാൾ ഔട്ടാക്കാന്നുള്ള അജണ്ട അല്ല ഞാൻ ആദ്യമേ വെക്കുന്നത്. ഇതിൽ പക്ഷേ ഔട്ടാവുന്ന ഓരോ ആൾക്കാരും അതിൻ്റെ ബ്ലെയിം അനിമോളുടെ മേലിടുമ്പോൾ ഈ പുറത്തിറങ്ങിയ എല്ലാ ആൾക്കാരും ഒരു ഗ്രൂപ്പായി ഫോം ചെയ്യുകയും അവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കൂടുകയും ഇവരെല്ലാവരും സംസാരിക്കുമ്പോൾ ഈ സംസാരങ്ങൾ വരികയും ആ സംസാരത്തിൽ ഞാൻ വരികയും നമ്മളൊരു വില്ലനായിട്ട് കാണുകയും എനിക്ക് എൻ്റെ മേലുള്ള ചിലപ്പോൾ ദേഷ്യമോ അനിമോളുടെ മേലെ ദേഷ്യമോ എല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു കയറിയവരായിരിക്കാം. ഒരു ക്വാളിറ്റി എന്താ, നമ്മൾ അവിടെ നിന്ന് എവിക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ബിഗ് ബോസിൽ കയറിയ ഒരാൾ ഒരു ബിഗ് ബോസ് സെലിബ്രിറ്റിയാണ്. അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാം. നമ്മളൊരു ഇങ്ങനെ ബ്ലെയിം ഇങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ കാണുന്നത് എന്താ, നമ്മൾ ബിഗ് ബോസിന് ഔട്ടായിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവർ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ പലപ്പോഴും ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല, ഇല്ലെങ്കിൽ അത് ഇതാണ് റിയാലിറ്റി മനസ്സിലാവാണ്ടിരിക്കുന്നു. ഞാൻ പറയാലോ, അവിടെ നടന്നതിൽ ഒരു അൺഫെയർ എവിക്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്ത് അല്ലാത്ത വേറൊരു അൺഫെയർ എവിക്ഷൻ ഞാൻ അവിടെ കണ്ടിട്ടില്ല. ബിക്കോസ് അപ്പാനി ഔട്ടാവുന്ന ആരും പ്രതീക്ഷിച്ചു. കാരണം ആള് നിന്ന് 35 ദിവസം ആൾ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ആൾക്കൊരു PR ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആൾ ഔട്ടായി എന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായോ? ആളുടെ കട്ട്സും ആളുടെ കാര്യങ്ങളും ആ ഷോ ഭയങ്കര നെഗറ്റീവായിട്ടാണ് കാണിച്ചത്. മനസ്സിലായി? ആള് അവിടെ ഭയങ്കര ഫണ്ണ് കാണിക്കുന്നുണ്ടായിരുന്നു. ആൾ എവിക്റ്റ് ആയതിനു ശേഷം ആൾക്ക് എന്നോടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഈ പല ഔട്ടായ ആൾക്കാരും പുള്ളിയോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ അനുമോളുടെ PR 16 ലക്ഷത്തിൻ്റെ PR പണി തന്നതാണെന്ന് വിചാരിച്ച് എന്നെ വിളിച്ചായിരുന്നു. എന്നെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ തല്ലാൻ വിളിക്കായിരുന്നു. പുള്ളി എന്നെ വീട്ടിൽ വിളിപ്പിച്ചിട്ട് പുള്ളി അവിടെ ഇരുത്തിയിട്ട്, വിനു, ഞാൻ ഔട്ടായി, ഇനി നിങ്ങൾ എന്നെ ഔട്ടാക്കിയാൽ പോലും എനിക്കതിൽ വിഷമമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനത്തെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനത്തെ പരിപാടിയിൽ ചെയ്യാത്ത ഒരാളാണ്. അല്ല വിനു, ഇപ്പം ചെയ്താലും എനിക്ക് വിഷമമില്ല, അത് നിങ്ങളുടെ പണിയാണ്. ഞാനിത് വിട്ടു, ഈ ബിഗ് ബോസിൽ ഞാൻ വിട്ടു. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാനുണ്ട്. അത് എനിക്ക് ക്ലിയർ ആക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചു. അപ്പോൾ പുള്ളീനെ പുള്ളിക്ക് ഓൾറെഡി സുഹൃത്തുക്കൾ വലയങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പുള്ളീനെ PR ചെയ്യാമെന്ന് പറഞ്ഞ് ഒരാൾ അപ്രോച്ച് ചെയ്തിരുന്നു. അപ്രോച്ച് ചെയ്ത ആൾ പുള്ളീനെ തന്നെ ചതിച്ചു. അപ്പോൾ അതായത് പൈസ വാങ്ങിയില്ല. പൈസ വാങ്ങാതെ അപ്പം പുള്ളിക്ക് ഉണ്ടായ ഒരു ദുരനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ വൈഫിനോട് ഇതേ വ്യക്തി ചോദിച്ചു, ഇതേ ടീം, അത് ഇവരൊരു ടീമാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആൾക്കാരൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ ഒരു 5-6 പേരുടെ PR ചെയ്യുന്നുണ്ട്. ചിന്ത, ശ്രീരാജ് വാലത്തുങ്കൽ, അതേപോലെ റിസ്വാൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ഗോസിപ്പ് കഫേ, അങ്ങനെ കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ ഈ ടീമുകൾ പലരുടെയും PR, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിസ്വാനും ചിന്തയൊക്കെ അക്ബറിൻ്റെ ആർമിയുടെ അഡ്മിൻസായിട്ട് അവിടെ കണ്ടപ്പോണ്ടാവും. അതേപോലെ ശ്രീരാജ് വാലത്തുങ്കൽ ആദ്യ കാലങ്ങളിൽ കുറച്ച് PR കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. ഇതുപോലെ പലരും PR ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനീൻ്റെ ഡീഗ്രേഡ് ചെയ്യുന്ന ഇവർ തന്നെ ഡീഗ്രേഡ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് ഇവരുടെ വൈഫിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്ര രൂപ, 50,000 രൂപ 1 ലക്ഷം രൂപ എന്താ തന്നാൽ ഈ ഡീഗ്രേഡ് ഇല്ലാതെയാവും, എന്നിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അവർ ആ ജഡയോട് ഓക്കെ ആയിരുന്നില്ല. അതേസമയം അതായത് അപ്പാനി പോകുന്നതിന് മുമ്പ് ഇവരെ ഏൽപ്പിച്ച കുറച്ച് പിള്ളേരോട് പറഞ്ഞു, എന്നെ ആര് വേണമെങ്കിൽ നെഗറ്റീവ് ആക്കിക്കോട്ടെ, നമ്മൾ ആരെയും നെഗറ്റീവ് ആക്കണ്ട. അപ്പോൾ ഇതേ ആൾക്കാർ അപ്പാനി ശരത്ത്, അതായത് വേറൊരാൾ, അതായത് അനിമോളെ തന്നെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പാനി ശരത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തു. അത് ഇവർ ഭയങ്കര പ്രശ്നമാക്കി. അപ്പാനിയുടെ ഫാമിലി പ്രശ്നമാക്കി, ഇത് പറ്റത്തില്ല, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അനിമോളെ ഡീഗ്രേഡ് ചെയ്യുന്നത് പറഞ്ഞിട്ട് അവരെ പിന്നെ അവിടെ നിന്നാണ് അവരെ പുറത്താക്കിയത്. ആ പുറത്താക്കിയതിൻ്റെ ദേഷ്യത്തിൽ അപ്പാനീനെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇവർ അറഞ്ചം അപ്പാനീനെ ഡീഗ്രേഡ് ചെയ്ത് ആളെ മോശക്കാരനാക്കാൻ തുടങ്ങി. എന്ത് വിഷയം ഉണ്ടെങ്കിലും മോശമാക്കി, ബിൻസിയുടെ വിഷയം വെച്ചിട്ട് മോശമാക്കി, അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ആൾക്കൊരു ചീത്ത ഇമേജ് പബ്ലിക്കിൽ കിട്ടുകൊടുത്തു. അതിൽ പുള്ളി ഭയങ്കരമായിട്ട് വിഷമിച്ചു. അല്ലാതെ പുള്ളിക്ക് ഈ മസ്താനായിട്ടുള്ള ഇഷ്യൂ എന്നല്ല പുള്ളിയുടെ വിഷമം. പുള്ളീനെ മോശക്കാരനാക്കി കാണിച്ചു. അത് പുള്ളിയുടെ കൂടെ നിൽക്കാമെന്ന് ഉറപ്പ് തന്ന ആൾക്കാർ തന്നെ അങ്ങനെ കാണിച്ചപ്പോൾ പുള്ളിക്കത് വിഷമമായി. പിന്നെ പുള്ളിക്ക് വേണ്ടി ഞാനാണ് ആ തെളിവുകൾ പുള്ളിക്ക് കൊടുത്തത്. മനസ്സിലായി? കാരണം എൻ്റെ മേലെ ആ അലിഗേഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ പുള്ളി ഒരു പാവ മനുഷ്യനാണ്. പുള്ളിക്ക് അങ്ങനെ ഒരു ഗ്രഡ്ജ് ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തിരിച്ചു കയറിയപ്പോൾ പോലും പുള്ളി അനിമോളുടെ അടുത്തും മസ്താനിയുടെ അടുത്തും സംസാരിച്ച് കോംപ്രമൈസ്. നമ്മൾ വിചാരിച്ച മസ്താനി അപ്പാനി തിരിച്ചു കയറി കഴിഞ്ഞാൽ ഏറ്റവും വലിയ അടിയായിരിക്കും. രണ്ടുപേരും പരസ്പരം സംസാരിച്ച്, കാരണം അയാളുടെ ക്വാളിറ്റിയാണ്, അയാളൊരു ആക്ടറാണ്.
അപ്പോൾ അയാളുടെ ഒരു ആക്ടറിനെ അറിയാം, അയാൾക്ക് ബിഗ് ബോസിനേക്കാളും വലിയ പ്ലാറ്റ്ഫോം, എല്ലാവരിലും പേര് നല്ലൊരു മനുഷ്യനായിട്ട് പെരുമാറുക എന്നുള്ള സംഭവം. അയാളൊരു നല്ലൊരു ഹ്യൂമൻ ബീൻ ആണെന്നുള്ള സാധനം അവിടെ വന്നു. അത് പുള്ളി ആ ഒരു വിഷയം പോലും അനുമോളുടെ അടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചത്, പിന്നെ വലിയ വിഷയത്തിലേക്ക് പോയതാണ്. അയാൾക്ക് അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. ഈ അപ്പാനിയൊക്കെ പറഞ്ഞു പോയതിൻ്റെ ഇടയ്ക്ക് എടുത്തു പറഞ്ഞിട്ട് ഒരാളെ വിട്ടുപോയി നിന്ന്, അനീഷേട്ടൻ ലാസ്റ്റ് ടൈം സാധനം അതിലെ പിന്നിൽ എന്താ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? പ്രണയം റിയലാണോ, അല്ലെങ്കിൽ ആ ഇഷ്ടം പറഞ്ഞത് റിയലാണോ, അതോ ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട്? അയാളുടെ പ്രസൻറ്റേഷനും അയാളുടെ ആ ബ്ലഷിങ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾക്ക് എന്തൊക്കെയോ അനുമോളോട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അനുമോൾ ഈ സാധനത്തിൻ്റെ ഉസ്താദാണ്. അനുമോൾ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ ഇങ്ങനെ, അത് അനീഷിനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയും. പണ്ടേ അനീഷിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അനീഷേട്ടാ നമുക്ക് ഇങ്ങനെ കല്യാണം കഴിക്കുക, ഞാൻ വീട്ടിലേക്ക് വരട്ടെ, ഇന്നെ വീട്ടിൽ കയറ്റില്ല, നീ വരണ്ടെന്നൊക്കെ. ആ കണ്ടന്റൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ അനീഷിനെ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ചൊറിയാനും അനീഷിനെ ഫണ്ണാക്കാനും, കാരണം അനീഷ് ആ സമയത്തൊരു അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിരുന്നു. അനീഷ് ആരോടും അടുക്കില്ല, ആരോടും കൂട്ട് വേണ്ട, വൈരാഗ്യ ഗൃഹസ്ഥനാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ അനുമോളുടെ ഇൻറ്റൻഷൻ, അനുമോൾ ചുമ്മാ, കാരണം അനുമോൾക്ക് ഒരു കോമണ്ടർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഡെഫിനറ്റ്ലി അനുമോൾക്ക് ഒരു സോഫ്റ്റ് കോർണർ അയാൾക്കുണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടി ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പോൾ അനീഷിന് വേണ്ടി അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്, അനുമോൾക്ക് വേണ്ടി അനീഷ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു കോംബോ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അനീഷിന് അങ്ങനെ ഒരു വലിയ ഗെയിം പ്ലാൻ ഒന്നുമില്ല. അനീഷിന് ലാലേട്ടൻ എന്താ പറയുന്നത് അതുപോലെ പ്രവർത്തിക്കുക. അനീഷിനോട് ലാലേട്ടൻ പറയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊള്ളാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആഴ്ച അനീഷ് ഐ ലവ് യു ഷാനവാസ് എന്ന് പറയും. ഇപ്പോൾ ലാലേട്ടൻ വന്നിട്ട് അനുമോളായിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ഹിൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അനീഷ് വന്നിട്ട് ഐ ലവ് യു അനുമോൾ എന്ന് പറയും. ഇത്രയുള്ള അനീഷ്. അപ്പോൾ അനീഷിൻ്റെ അങ്ങനെ വലിയ ഗെയിം പ്ലാൻ ഇല്ല. അനീഷ് എല്ലാ വീക്കെൻഡ് എപ്പിസോഡും നോക്കിയിരുന്ന് കണ്ട് മനസ്സിലാക്കി അതനുസരിച്ച് ഗെയിം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയാളൊരു ഒബ്സർവറാണ്, അല്ലാതെ ഗെയിമറൊന്നുമല്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അനീഷിൻ്റെ ഒരു ഗെയിം പറയാൻ പറഞ്ഞാൽ നമുക്ക് പറയാൻ അറിയില്ല എന്താണ് അനീഷിൻ്റെ ഗെയിം. ശരിക്കും താങ്കൾ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിമർ അതിനകത്ത് ആരാ? നെവിനാണ്. ഓക്കെ, നെവിൻ അത്രയും ബെസ്റ്റ് ഗെയിമറാണ്, അത്രയും കോണ്ടന്റുകൾ കൊടുക്കണു, പിന്നെ എന്തുകൊണ്ട് നെവിൻ വിന്നർ ആവുന്നില്ല? അതാണ് അതായത് വിന്നർ കോണ്ടന്റ് കൊടുക്കുന്നതും ഗെയിമറും ജനസമ്മതി കിട്ടുന്ന ആളാവണം എന്നില്ല. എന്നോട് ചോദിച്ചത് ഗെയിമർ ആരാണ്, അവിടെ ഗെയിമേഴ്സ് വിൻ ചെയ്തിട്ടില്ല. ഏത് സീസണിലാണ് ഗെയിമർ വിൻ ചെയ്തിട്ടുള്ളത്? ജിൻഡോ മികച്ച ഗെയിമറായിരുന്നു? അല്ല, ജിൻഡോ ഇമോഷൻ്റെ പുറത്താണ് ജയിച്ചത്. അഖിൽമാരാർ ഗെയിമറായിരുന്നു, അയാൾക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷെ അയാൾ ഗെയിം കളിക്കുന്നതിലുപരി അയാൾക്കൊരു ഡോമിനേഷൻ ആയിരുന്നു. അഖിൽമാരാർ സീസൺ ആയിരുന്നു അത്. അഖിൽമാരാർക്കൊരു വ്യക്തമായിട്ടുള്ള എതിരാളി പോലും ഇല്ലാത്തൊരു സീസൺ ആയിരുന്നു. ജിനോയുടെ കേസ് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ വിന്നറായി, പക്ഷേ ആ സീസൺ കഴിഞ്ഞ് അടുത്തൊരു സീസൺ വരുമ്പോൾ ലാസ്റ്റ് സീസണിലെ വിന്നർ ഡിസർവിങ് അല്ല എന്ന രീതിയിലേക്ക് ഒരു സംസാരം വരുന്നു. എന്താ അതിനോട്? അത് പറയുന്നത് കോ-കണ്ടസ്റ്റൻസ് അല്ലേ? അതായത് ഒരാൾ ജയിച്ചാൽ ആരും അംഗീകരിക്കുന്നു? അഖിൽമാരാർ ചെയ്യാൻ ആ സീസണിൽ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടോ? ഏത് സാബുമോൻ്റെ ജയം ആ സീസണിൽ ആൾക്കാർ അംഗീകരിക്കുന്നുണ്ടോ? സീസണിലെ ജയം ആരും അംഗീകരിക്കണമെന്നില്ല. ഡിസർവിങ് അല്ല എന്ന് പറയുന്നത് ആ സീസണിൽ തോറ്റ ആൾക്കാരാണ്. അപ്പോൾ അത് പറയുന്നത് ഇയാൾ ജയിച്ച് കഴിഞ്ഞു, ഇയാൾ ഡിസർവിങ് ഇല്ല എന്ന് പറയേണ്ടത് എന്ത് ആവശ്യം? ജനങ്ങൾ അയാളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്, അല്ലാതെ ഒരു 50, 30 ലക്ഷം 40 ലക്ഷം ഒന്നും ചിലവാക്കി വോട്ട് പിടിച്ച് അയാളെ ജയിപ്പിച്ചതൊന്നുമല്ല. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിക്കത്തുള്ളൂ. ആ ജനങ്ങളുടെ വോട്ടാണ് അതിൻ്റെ ഓഡിറ്റിങ്. അപ്പോൾ ആ സമയത്ത് ജിൻഡോ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ജനങ്ങൾ വന്ന് നിങ്ങൾ കണ്ടതല്ലേ? ഇതേ ജനങ്ങൾ തന്നെയാണ് റോബിൻ വന്നപ്പോൾ ഇറങ്ങിയത്, അഖിൽമാർ വന്നപ്പോൾ ഇറങ്ങി, രജിസാർ വന്നപ്പോൾ ഇറങ്ങിയതും. ഓരോരോ വ്യക്തികൾ വന്ന് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന ജനങ്ങളെ ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങുന്നതല്ല. എന്തുകൊണ്ട് ഇവർക്ക് മാത്രം ജനങ്ങൾ വരുന്നു, ബാക്കി ആൾക്കാർക്ക് ജനങ്ങൾ വരാത്ത എന്തുകൊണ്ടാണ്? പിന്നെ അതിനുശേഷം ജിൻഡോ എന്ന് പറഞ്ഞ ആൾക്ക് ഒരിക്കലും ആ ഫെയിം കൊണ്ടടക്കാൻ അറിയുന്ന ഒരാളായിരിക്കില്ല. ജിൻഡോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും ഒരു ബിഗ് ബോസ് സെലിബ്രിറ്റി ആയിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. അയാൾ സാധാരണ പോലെ നടക്കും, കാർ എവിടെയെങ്കിലും കൊണ്ടേ പാർക്ക് ചെയ്യും, അവിടെ പോയി ചായ പിടിക്കും. ഞാൻ നോക്കിയപ്പോൾ ജിൻഡോ വിന്നറായി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ സലാം തട്ടുകടയിൽ ഇരിക്കണമെന്ന് എനിക്ക് വിളി വന്നു. ജിൻഡോ എന്താ എവിടെ ഇരിക്കുന്നത്? കാരണം അയാൾ അത്രയും നോർമലായിട്ടൊരു മനുഷ്യനാണ്, അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഒരു വിന്നറിനെ പോലെ നടക്കാൻ അയാൾക്ക് തോന്നുന്നുണ്ടാവില്ല, അയാൾക്ക് ജാട കാണിച്ച് നടക്കാൻ. ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു 1000കണക്കിന് ആൾക്കാരും അയാൾ ട്രോഫി പിടിച്ചുള്ള ഫോട്ടോ അയാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാൾ ആരും വന്നാലും ട്രോഫി വെച്ച് ഫോട്ടോ എടുക്കുകയും. അപ്പോൾ അയാളുടെ മൈൻഡ് അതാണ്. അയാൾക്ക് വിന്നർ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റിയാണ്, ജാടയാണെന്ന് പറഞ്ഞാൽ നടക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ അത് കാണുന്ന ആൾക്കാർ ഇയാൾ എന്തിനെ ജയിപ്പിച്ചെന്നൊക്കെ തോന്നുന്നുണ്ടാവും. അതൊക്കെ ഹെയ്റ്റ് സ്പീച്ചാണ്. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഒരു വിന്നറിനെ തീരുമാനിക്കുന്നത് 35%, 36% വോട്ടാണ്. ആ 36% വോട്ട് കിട്ടിയ ഒരാൾ 67% ആൾക്കാരും ഹെയ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഹേറ്റേഴ്സാണ് കൂടുതൽ. ആ ഹേറ്റേഴ്സ് എപ്പോഴും ഇയാളെ നെഗറ്റീവ് കണ്ടടിക്കും. ഈ 37% വിന്നേഴ്സ് ചിലപ്പോൾ ഇട്ടിട്ടങ്ങ് പോകും, കാരണം അവർ ഫുൾ ടൈം ഇയാൾക്ക് വേണ്ടി ജയ് വിളിക്കണമെന്നില്ല. പക്ഷേ 67% ഇയാളെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ഇയാൾ എവിടെ മിസ്റ്റേക്ക് ഉണ്ടല്ലോ അവിടെ അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു അടുത്ത 10 കൊല്ലത്തേക്ക് ഇയാളുടെ പുറകെ നടക്കാൻ ആളുണ്ടാവും.
ഹേറ്റ് ചെയ്യുന്ന ആൾക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഹേറ്റേഴ്സിനെ കാണുന്നത്. പക്ഷേ ഒരാൾ ഷോ വിൻ ചെയ്തു, അയാളുടെ കഴിവിൽ അയാൾ ജയിച്ചു, അതാണ് തീർന്നു. വിന്നർ അയാൾ എന്തോ ചെയ്തിട്ട് എന്ത് കാര്യം, ആൾ ഇനി ഡിസർവിങ് അല്ലാന്ന് പറഞ്ഞിട്ട് അയാൾ തിരിച്ച് കപ്പ് കൊടുക്കും, ഇല്ലാന്നല്ല അയാൾ. അനുമോൾ കപ്പടിക്കുന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുമ്പോഴും അനുമോൾ അല്ലെങ്കിൽ മറ്റൊരാൾ വിന്നർ ആവേണ്ടതായിരിക്കും. എനിക്ക് ആക്ച്വലി അനുമോൾ അല്ലെങ്കിൽ വിന്നർ ആവാൻ ചാൻസ് ആര്യനായിരുന്നു. കാരണം എനിക്ക് ആര്യൻ്റെ ഗെയിം ഇഷ്ടമാണ്, ആര്യൻ ടാസ്കിൽ സൂപ്പറാണ്, ആര്യൻ അത്യാവശ്യം സംസാരിക്കാൻ പോലും ആര്യൻ്റെ ഒരു ശൈലി നല്ല രസമാണ്. ആര്യ അവിടെ ഡീപ്ലി ഹേർട്ട് ചെയ്തിട്ടില്ല, ആര്യൻ അവിടെ ആരായിട്ടും പ്രശ്നമില്ല, ആര്യൻ അവിടെ ഒരു ശത്രുവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആര്യൻ അത്രയും എല്ലാവരോടും സംസാരിച്ച് എല്ലാവരോടും ആര്യൻ ഞാൻ പറയാം ആര്യൻ്റെ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. അവിടെയുള്ള ഈ ബിഗ് ബോസ് സീസണിൽ വന്നാലും ഏത് ബിഗ് ബോസ് സീസൺ എടുത്ത് നോക്കിക്കോളൂ, ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഫ്യൂച്ചറുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ആര്യൻ. അത് ആര്യനെ ചിലപ്പോൾ നിങ്ങൾ നാളെ ഒരു നസ്ലൻ്റെ ലെവലിലോ മാത്യുവിൻ്റെ ലെവലിലോ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അയാൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അയാൾ ഒരു എൻ്റർടൈനറാണ്. അതിനനുസരിച്ച് എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ പ്രോമിസ് ചെയ്യാം ആര്യൻ നല്ലൊരു പൊട്ടൻഷ്യൽ ഒരു കാൻഡിഡേറ്റ് ആണ്. അല്ലെങ്കിൽ അയാൾ അവിടെ അത്ര ദിവസം നിൽക്കില്ല. ബിക്കോസ് അയാൾക്ക് എനിക്ക് പേഴ്സണലി അറിയാം ആര്യൻ അങ്ങനെ ഒരു വലിയൊരു PR സപ്പോർട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സ് ചെയ്യുന്നൊരു കുറച്ച് ചെറിയ ചെറിയ സാധനം ചെയ്യുന്നുണ്ട്, വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും ആര്യൻ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ആര്യൻ എന്നെ കോണ്ടാക്ട് ചെയ്ത ആളാണ്. അപ്പോൾ ആര്യൻ ആ സമയത്ത് ഞാനൊരു PR ചെയ്യുന്ന തുക പറഞ്ഞപ്പോൾ ആര്യനിൽ അത് അഫോർഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ഞാനും ആര്യനും തമ്മിൽ എന്താണ്, അപ്പം ഞാൻ പറഞ്ഞു ആര്യ നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിനക്ക് PR ഒന്നും ആവശ്യമില്ല, പക്ഷെ ഞാൻ PR പോലെ ചെയ്യണമെങ്കിൽ ബിക്കോസ് ആര്യൻ ഇവിടെ നിന്ന് പോകുമ്പോൾ 10K ഫോളോവേഴ്സ് എന്തോ ഉള്ളൂ, 10-11K ഫോളോവേഴ്സ് ഉള്ളൂ. ഞാൻ PR-ലൂടെ നിന്നെ ഫേമസ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് കുറച്ച് ഫെയിം കിട്ടും, പക്ഷെ അവിടെ കളിക്കേണ്ട നീയാണ്. അപ്പോൾ ആര്യൻ ചേട്ടാ അവരൊക്കെ എന്നെ ഞാനൊരു നോർത്ത് ഇന്ത്യൻ ലുക്ക്, എന്നെ എല്ലാവരും പിടിച്ച് തിന്നോ എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് സംസാരിക്കും. അപ്പോൾ ഇല്ല ആര്യ നീ പോയി കളിക്കേ, കാരണം എന്ന് വെച്ചാൽ അവന് നല്ല കോൺഫിഡൻസ് ഉള്ള പയ്യനാണ്. അവനൊരു ഹിന്ദി ബിഗ് ബോസിൽ പോയാലും അവൻ നന്നായിട്ട് കളിക്കും. അപ്പോൾ ആര്യന് ഒരു PR സപ്പോർട്ട് ഒന്നും ഇല്ലാതെ അവൻ അത്ര ദിവസം നിൽക്കുന്നിട്ടുണ്ട്. അതേപോലെ അവൻ അത്രയും ഡൗൺഫാളിൽ നിന്നാണ് കയറി വന്നത്. അവൻ ഒരു സമയത്ത് ആര്യൻ മറ്റേ ലാലേട്ടൻ്റെ എപ്പിസോഡിലൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് അവിടെ നിന്നൊരു കയറ്റമുണ്ട്. ആ കയറ്റം കയറി അവസാനം ലാസ്റ്റ് വീക്ക് എവിക്റ്റ് ആവുന്നവരെ ആര്യൻ അവിടെ ഒരു മാർക്കാണ്. ഈ സീസണിൽ എല്ലാവരും ഓർത്തിരിക്കാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും ആര്യൻ. അതിന് ഇപ്പം 2-3 കൊല്ലം കഴിഞ്ഞ് ചാലഞ്ചേഴ്സ് ആയിട്ട് വരുന്ന ആര്യൻ നെവിനൊക്കെ മനസ്സിലായി. ആര്യൻ നല്ലൊരു പ്ലെയറാണ്, നല്ലൊരു ഫ്യൂച്ചറുള്ള ആളാണ്. ആര്യൻ്റെ ഫ്യൂച്ചർ ഭയങ്കര ബ്രൈറ്റ് ആണ്. ബിക്കോസ് നമുക്കറിയാലോ ഒരാൾ കാണുമ്പോൾ അയാളുടെ കയ്യിൽ സ്റ്റഫ് ഉണ്ടോ ഇല്ലയോ എന്ന്. ആര്യൻ ഡെഫിനറ്റ്ലി സ്റ്റഫ്ഡ് ആണ്. ആൻഡ് ഫൈനലി ഫൈനൽ 2 ടോപ്പ് 2 ആരായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അനുമോൾ അനീഷ് തന്നെയാണ് ഉണ്ടാവുക. കാരണം നല്ല രണ്ടുപേർക്കും അടിപൊളി ഫാൻസ് ഉണ്ട്. അപ്പോൾ നാളെ എന്തായാലും വിധി എഴുതും. താങ്കളുടെ വിശ്വാസം പോലെ അനുമോൾ കപ്പടിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ വിന്നർ ആവോ എന്നുള്ളത് കണ്ടറിയാം. അനുമോൾ കപ്പ് അടിക്കണം, ബിക്കോസ് അത് ഡിസേർവിംഗ് ആണ്. അത്രയും സർവൈവ് ചെയ്തിട്ടുണ്ട്. Day 1 തൊട്ട് പുറത്തും അകത്തും സൈബർ അറ്റാക്കും ആ കുട്ടീനെ അറ്റാക്ക് ചെയ്യാത്ത അവിടെ ആരുമില്ല. 25 പേർക്ക് അവിടെ ചിലപ്പോൾ അനുവിനോട് ഇഷ്യൂ ഉണ്ടാവും. അത്രയും ആൾക്കാരെ അടിച്ച് നിൽക്കാൻ പറ്റിയ ഒരു പെണ്ണാണ് അവളെങ്കിൽ ഞാൻ ഇത്രയും കാലം റീഎൻട്രി വന്നതിൽ അനുമോളിനെ സപ്പോർട്ട് ചെയ്ത ഒരാളെന്ന് തോന്നിയാരായിരിക്കും? ലക്ഷ്മി, മസ്താനി അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം അനു മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നി. കരയുന്നുണ്ടെങ്കിൽ പോലും ഞാനൊക്കെയാണ് ഇറങ്ങി ഓടിയാനെ. സത്യം നെവിൻ ഞാൻ മതിലാടി ഓടിയാനെ. കാരണം അതൊന്നും ഒരിക്കലും ആൾക്ക് ഒരു നാലോചിച്ച് നോക്കി പേളിമാണിക്ക് ശേഷം ഒരു ലേഡി കണ്ടസ്റ്റന്റിനെ പറ്റി ഇത്രയും ചർച്ചകളും ഒരു ലേഡി കണ്ടസ്റ്റന്റ് ആ ഷോ കൊണ്ടുപോകണമെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും അവിടെ സ്കോപ്പിൽ ഈ സീസൺ സോറി കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഒരു സീസൺ ഒരാളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഈ സീസൺ അനുമോളുടെ പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞാൻ എണ്ണി നോക്കി എനിക്ക് തോന്നുന്നു ഏകദേശം 45% പ്രൊമോയും അനുമോളാണ്. 40 അതായത് ഒരു 100 പ്രൊമോ എന്നിട്ടുണ്ടെങ്കിൽ 45 പ്രൊമോ അനുമോളാണ്. ബാക്കി ആൾക്കാർക്ക് 10ഉം 15ഉം ഇതൊക്കെ വന്നിട്ടുള്ളൂ. അപ്പം എങ്ങനെ നോക്കിയാലും ഈ സീസൺ പോയേക്കുന്ന അനുമോളുടെ പേരിലാണ്. അനുമോൾ എന്ത് ചെയ്താലും കണ്ടന്റാണ്. അനുമോൾ നെഗറ്റീവ് ചെയ്യുന്ന കണ്ടന്റ്, പോസിറ്റീവ് ചെയ്ത കണ്ടന്റാണ്. ഷോയിൽ ഇത്രയും നെഗറ്റീവായിട്ട് പോലും ഒരു ബൗൺസ് ബാക്ക് ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ഇഷ്ടം സമ്പാദിച്ച് ഈ ആഴ്ച ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നത് അനുമോളാണ്. ഈ ആഴ്ച ഫുൾ കരച്ചിലാണ്. ഞാൻ പറയുന്നില്ല അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ 25 പേര് അല്ലെങ്കിൽ അവിടെ വന്ന ഭൂരിപക്ഷം ആൾക്കാരും അനുമോളെ കരയിപ്പിച്ചിട്ടും സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിന്നർ മെറ്റീരിയലാണ്. സർവൈവേഴ്സാണ് ബിഗ് ബോസ് വിജയ്. എന്തായാലും കുറച്ച് മണിക്കൂറുകൾ മാത്രം. എന്തായാലും നമുക്ക് കാണാം. ഫിനാലെ കഴിഞ്ഞിട്ട് നമുക്കൊന്നുകൂടി ഇരിക്കാം. ഫിനാലെ കഴിഞ്ഞിട്ട് കപ്പായിട്ടിരിക്കാം. താങ്ക് യു. എൻ്റെ കേരളം എൻ്റെ റിട്ടയർമെന്റ് പാലക്കാട്ടിലെ അനന്ത ലിവിങ്ങിനൊപ്പം.